ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, നമ്മൾ ഇന്നും അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 100% നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആകുമെന്ന് ഉറപ്പുള്ള നമ്മുടെ ഗെയിമിലേക്കാണ് ഇത്. ഈ ഒരു ട്രെയിനിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ അപ്ഡേറ്റ് എന്താണെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മച്ചാമാരെ, നമ്മുടെ ഗെയിമിലേക്കാണെങ്കിൽ ഈ ഒരു ജയൻ്റ് വോംസും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വോംസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ആവുന്നത്, ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമിലെ തന്നെ ഒരു കിടക്കാച്ചി മിത്തും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തൊരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് ഞാൻ അയക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ വീഡിയോയിലൂടെയാണ് അപ്കമിങ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പറയാൻ തുടങ്ങിയത്. അപ്പോൾ ആ വീഡിയോ പറഞ്ഞുകൊണ്ട് തന്നെ ഈ 2026 തുടക്കത്തിൽ എൻ്റെ ആ ഒരു ചാനലിൻ്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റായി മാറിയിട്ടുണ്ട്. നല്ലൊരു ക്രൂ തന്നെ, നല്ലൊരു സപ്പോർട്ട് തന്നെ ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്നു ഗൈസ്. പിന്നെ ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ഏകദേശം 3K+ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ കാരണം ഏകദേശം 50 സബ്സ്ക്രൈബേഴ്സ് സ്റ്റക്ക് ആയിക്കിടന്ന് ഞാനിപ്പം അടപടലം 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതിനും എല്ലാവർക്കും താങ്ക് യു ഉണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഗൈസ്. ഞാനൊരു ട്രെയിനിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മളാണ് ഈ ട്രെയിനിൽ കയറുമ്പോഴത്തേക്കും നമ്മളെ ട്രെയിൻ കൊണ്ടുപോകത്തില്ല ഗൈസ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. അതിനായിട്ട് നമ്മൾ ലോങ് ജമ്പ് പഠിച്ച് മണ്ടയിലോട്ട് പോകണം ഗൈസ്. ട്രെയിൻ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ലേ ഗൈസ്, ട്രെയിൻ സ്റ്റാർട്ടാക്കിയപ്പോഴാണെങ്കിലോ ട്രെയിൻ നമ്മളെ കൊണ്ടുപോകുന്നില്ല, നമ്മൾ നിന്നിടത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുവാണ്. ട്രെയിൻ അതിൻ്റെ പാട്ടിന് പോവാണ് കണ്ടോ ഗൈസ്. അപ്പോൾ അതായത് നമ്മളത് ഒരൊറ്റ ചാട്ടം ചാടിയാൽ മതി ഗൈസ്, എല്ലാം തീർന്നോളും. അതായത് നമ്മളെ കൊണ്ടുപോയ ട്രെയിൻ ഇങ്ങനെ വിട്ടടിച്ചു പോവാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റിൽ ഈ ഒരു ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാം ഗൈസ്. അതിൻ്റെ ഗെയിം പ്ലേ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, അതിൻ്റെ ഗെയിം പ്ലേ ഇതാണ്. നമ്മളിപ്പോൾ ഡിഫൻഡറിൽ കയറിയിട്ട് എനിക്ക് ജലദോഷമാണ് ഗൈസ്, അവനാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോഴത്തേക്കും നമ്മളാണ് ഇത് ഹൾക്കിൻ്റെ ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് നേരെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ഡിഫൻഡർ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഗെയിം പ്ലേ കാണിച്ചു തരാം. അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ഡിഫൻഡർ എടുത്ത് ഇതിനകത്തോട്ട് പോകുന്നത്. പിന്നെ ഹൾക്കിനെ എന്തിനെടുത്താന്ന് വെച്ചാൽ നമുക്ക് ചാട്ടമൊക്കെ ചാടാനായിട്ടുള്ള ഒരു എളുപ്പത്തിനായിട്ടാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇപ്പം നമുക്കിനി ട്രെയിൻ സ്റ്റാർട്ടാക്കാം ഗൈസ്. ട്രെയിൻ സ്റ്റാർട്ടാക്കുമ്പോഴോ ട്രെയിൻ നമ്മളെ കൊണ്ട് ഇനി പോകത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊരു നല്ല അപ്ഡേറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന ഫ്യൂച്ചർ അപ്ഡേറ്റിലൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും ഗൈസ്. ട്രെയിനിൻ്റെ അകത്ത് കയറാനുള്ള പാസഞ്ചറിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഫീച്ചറൊക്കെ, അതായത് നമ്മളെ IT ഇതിലൊക്കെ ഉള്ള ഫീച്ചറില്ലേ, അമ്മമാർ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എൻജിൻ കൊടുത്തിട്ട് ഫോർവേഡ് കൊടുക്കുകയാണ്. അന്നേരത്തേക്കും ട്രെയിൻ നമ്മളെ കൊണ്ടുപോകും ഗൈസ്. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു ഫോർവേഡ് ഇച്ചിരി നേരം ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ട്രെയിൻ തനിയെ പൊക്കോളും ഗൈസ്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ ഞാൻ ആ ഒരു ഒറിജിനൽ വീഡിയോ കാണിച്ച പോലെ എന്താണ്, നമ്മളവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നില്ല, ഇതേപോലെ പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു ഫേക്ക് വീഡിയോ ഒന്നുമല്ല, ഇതൊരു ഒറിജിനൽ ഗെയിം പ്ലേ ആണ്. നമ്മുടെ ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പർ അയച്ചതാണ്. നമുക്ക് അപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, നമുക്കിത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, ചാടാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗെയിം പ്ലേ. ഇതേതായാലും നല്ലൊരു അടിപൊളി ഗെയിം പ്ലേ ആണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായതൊക്കെ എനിക്ക് മനസ്സിലായി. ഇഷ്ടമായെങ്കിൽ ഒരു റെഡ് ഹാർട്ട് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്തായിട്ട് സംസാരിക്കാനുള്ള നമുക്ക് ഈ ഒരു ജയൻ്റ് വോമിനെ കുറിച്ചാണ്. ഇതിനെ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഗെയിമിൽ വരാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോഴത്തേക്കും ഈ ഒരു വോം എങ്ങനെ ആഡ് ആവുന്നതെന്ന് വെച്ചാൽ RGS മെനു വഴിയായിരിക്കും ഗൈസ്. ഇത് അതിനെ നമ്മൾ വെടി വെക്കുന്നുണ്ട്, അതിൻ്റെ വായൊക്കെ കാണുമെന്ന് അറപ്പ് വരുന്നത്. വെടി വെക്കുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. അന്നേരം നമ്മൾ നിരന്തരം വെടി വെച്ചുകൊണ്ടിരുന്നാൽ ചത്തു പൊക്കോളും ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും വരാൻ പോകുന്ന കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഇതാണ്. ഇത് അപ്ഡേറ്റ് വഴിയല്ല, RGS മെനു വഴി വരും. എപ്പോഴാണെങ്കിലും വരുന്ന അന്നേരം ആ ഒരു നിമിഷം തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും. അതിനാണ് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് നമ്മുടെ വിജയം. എന്നാൽ മാത്രമേ എനിക്ക് അപ്പം വരുന്ന കാര്യങ്ങളൊക്കെ അതങ്ങനെ കിട്ടാനുള്ള ശക്തി കിട്ടത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോഴത്തേക്കും അതിൽ ഈ ഒരു വോമും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഈ ഒരു വോം RGS മെനു വഴി വരും. വീഴുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ഇനി ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ച ഒരു ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ പറയാം. മിത്തെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ഒരു ഗ്ലിച്ച്, അതായത് നമ്മുടെ ഗെയിമിൽ എങ്ങനെ ഒരു ലാഗിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരു 5 സെക്കൻഡ് ലാഗ്, അത് കഴിഞ്ഞ് നമുക്ക് നേരെ കിട്ടും. അതായത് ആ ഒരു മിത്ത് ചെയ്യാനായിട്ട് ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഈ ഒരു കാണുന്ന ഈ ടാങ്ക് കണ്ടോ, ഈ ഒരു ടാങ്കാണ് മിത്തിൻ്റെ മെയിൻ ഐറ്റം. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുക, 555 അടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു എയറോപ്ലെയിനും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്യുക. എന്നിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാക്കാം ഗൈസ്. കളർ മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഇഷ്ടമുള്ള കളറാക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്കിതേ ഈ ഒരു ഇത് വെച്ചിട്ട് അങ്ങോട്ട് വേണം പോകും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗണ്ണ് എടുത്തിട്ട് അങ്ങേ അറ്റത്ത് നോക്കി ഒരു ഒറ്റ വെടി വെക്കുക ഗൈസ്. ട്രെയിനിനൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, നേരെ അതിങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്ന കാണാം ഗൈസ്. ഓക്കെ, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലെയിനിൽ നൈസായിട്ടൊന്ന് കയറുക ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഗ്ലിച്ചും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഒരു 5 സെക്കൻഡത്തേക്ക് നിങ്ങളുടെ ഗെയിം നിങ്ങൾക്ക് എവിടെയും കിട്ടാതെ പോകും ഗൈസ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ പൊട്ടിത്തെറി നമ്മുടെ അടുത്തോട്ട് വരുന്നത് ഗൈസ്. ഇതാണ് ഗൈസ് സംഭവിക്കുന്നത്. ഇപ്പം നമുക്ക് ഗെയിമെല്ലാം നേരെയായി കിട്ടും. ഇത് കണ്ടില്ലേ, അടിപൊളിയല്ലേ ഈ ഒരു മിത്ത്. നമ്മളാണ് ഇതേ ഇപ്പോൾ പ്ലെയിനും കൊണ്ട് താഴ്ത്തി വരുന്നുണ്ട്.
അപ്പോൾ തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന അപ്ഡേറ്റ്സ് ഇതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ക്രൂ ആ ഒരു വീഡിയോയ്ക്ക് തന്നെ കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്കും ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം.